ലോകമെമ്പാടുമായി വ്യാപിച്ചു കിടക്കുകയാണ് കേരളത്തിലെ സ്വന്തം വാനമ്പാടി കെ.എസ്. ചിത്രയുടെ ആരാധകർ. ഇതിനേറെ സ്നേഹം ലഭിക്കുന്ന മറ്റൊരു ഗായിക മലയാളത്തിൽ ഉണ്ടാകില്ല. പ്രിയ ഗായിക പൊതുവെ ദിനങ്ങളിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ധരിക്കാറുള്ളത് സാരി തന്നെയാണ്. വിരളമായി മാത്രമാണ് സൽവാറുകളിലും പ്രത്യക്ഷപ്പെടുന്നത്. തനിക്ക് വലിയൊരു സാരിയുടെ കളക്ഷൻ തന്നെ ഉണ്ട് എന്ന് മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ വാനമ്പാടി കെ.എസ്. ചിത്ര. എത്ര സാരികൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ കണക്കുണ്ടാകില്ല. പുതിയത് വാങ്ങുമ്പോൾ പഴയത് മാറ്റിക്കൊണ്ടിരിക്കും. കൃത്യമായി എത്ര സാരി ഉണ്ടെന്ന് അറിയില്ലെങ്കിലും 1000-ന് മുകളിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചില സാരികൾ കാണുമ്പോൾ ഇതെനിക്ക് വേണമെന്നെല്ലാം തന്നെ ഉണ്ടാകും. പിന്നെ ഞാൻ ഉടുക്കുന്ന സാരികൾ എല്ലാം ഞാൻ വാങ്ങുന്നതല്ല, പലതും പലരുടെയും സമ്മാനം തന്നെയാണ്. അവയിൽ ചിലത് എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും, ചില സ്റ്റെഫിനുകൾ എനിക്ക് ഇഷ്ടമല്ല. ആഗ്രഹിച്ചു തന്നതല്ലോ, ഞാൻ ഉടുത്തി കാണാൻ അവർ ആഗ്രഹിക്കുമല്ലോ എന്ന് തോന്നൽ കാരണം ചില സാരികൾ ഞാൻ ഉടുക്കും. തൃപ്തിയില്ലെങ്കിലും ഞാനത് ധരിക്കാറുണ്ട്. സമ്മാനം തന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉടുക്കുന്നതാണ് അത്. പിന്നെ ഒരുപാട് സാരികൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട്. ഇന്നലെയും കിട്ടി 2 എണ്ണം. സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിങ്ങിന് വന്നവർ കൊണ്ടുവന്ന് തന്നതാണത്. ഒരുപാട് വണ്ണം തോന്നിപ്പിക്കാത്തതും ഉടുത്താൽ സുഖകരമായ സാരികൾ ധരിക്കാനാണ് എനിക്കിഷ്ടമെന്ന് ചിത്ര പറയുന്നു. ദേഷ്യം വരാറുള്ള കൂട്ടത്തിലാണ് താനെ എന്നും ചിത്ര പറഞ്ഞു. ദേഷ്യം വന്നാൽ ഞാൻ ഒച്ചയെടുക്കും. കുറച്ച് ശബ്ദം മാത്രമേ ഉണ്ടാകൂ. ഒരുപാട് ഒച്ചയിട്ടാൽ തൊണ്ട പോകും. ഭയങ്കരമായി ദേഷ്യം വരുമ്പോൾ പല്ല് കടിക്കാറുള്ള സ്വഭാവവും എനിക്കുണ്ട്. എന്റെ ദേഷ്യം ഏറ്റവും കൂടുതൽ കാണുന്നത് ഭർത്താവ് വിജയൻ ചേട്ടൻ തന്നെയാണ്. എന്തെങ്കിലും പറഞ്ഞ ശേഷം ഞാൻ മൗനം ആചരിക്കും. താരം പറയുകയാണ്. സോഷ്യൽ മീഡിയയോട് തനിക്കുള്ള ഭയത്തെക്കുറിച്ചും ഗായിക മനസ്സ് തുറന്നു പറഞ്ഞു. സോഷ്യൽ മീഡിയ പേടിയാണ് എനിക്ക്. എവിടെ പോയാലും ആരെയെങ്കിലും ഫോൺ കൊണ്ട് കൂടെ നടക്കുമല്ലോ, അത് കാണുമ്പോൾ ഭയമാണ്. ദൈവമേ, ഇവർ എന്തു ഭാഗവും കട്ട് ചെയ്തിടാൻ പോകുമെന്ന് ഓർത്താണ് എനിക്ക് ഭയം. 1-2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേടിയും എനിക്ക് വന്നത്. അടുത്തുള്ളതായിരുന്നു അതിൽ ഒന്ന്. രവീന്ദ്രൻ മാഷിന്റെ പേരിൽ ഒരു അവാർഡ് ഉണ്ടായിരുന്നു. ചടങ്ങ് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാനായി ചെന്ന് ഞാൻ ഒരു കസേരയിൽ ഇരുന്നതേ ഉള്ളൂ. ബാക്കിയൊന്നും തന്നെ ബൊക്കെയും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം സെറ്റായിരുന്നു എന്നതല്ല. പരിചയപ്പെടുന്നതെല്ലാം തന്നെ അടുത്തു വന്ന് സംസാരിക്കാറുമുണ്ട്. അപ്പോഴേക്കും പിറകിൽ ഒരമ്മ ഓടി വന്നു. ഫോട്ടോ എടുക്കാൻ വന്നതാണ്. അതിൻ്റെ ഇടയിൽ അവരുടെ കൈകൾക്കിടയിൽ എൻ്റെ മുടി അമർന്നു. അന്ന് തലയിൽ വേറൊരു വെപ്പ് മുടി കൂടി വച്ചിട്ടുണ്ടായിരുന്നു. ഒരു പബ്ലിക് ഫംഗ്ഷന് വന്നതല്ലേ, വെച്ചത് ഊരി വീണാൽ നാണക്കേടാവില്ലേ? അവരുടെ കയ്യിൽ മുടി അമർന്നപ്പോൾ എൻ്റെ തലയും ചെറുതായി വലിഞ്ഞു. അവരുടെ കൈ തട്ടിമാറ്റാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുടിയിലൊന്ന് കൈ അമർത്തുന്നതിന് അവരോട് ഞാൻ പറഞ്ഞു. ആ പറയുന്ന ഭാഗം കട്ട് ചെയ്ത് ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വിട്ടു. അതിനുശേഷം ചീത്തവിളിയും കമന്റുകളും ആ വീഡിയോയ്ക്ക് വന്നു. ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാളല്ല, പക്ഷേ ആരെങ്കിലും എനിക്ക് എല്ലാം അയച്ചു തരും. അങ്ങനെയാണ് ഞാൻ പലതും കാണുന്നതും. ആ സ്ത്രീക്ക് ശേഷം ഒരുപാട് പേർ ഫോട്ടോ എടുക്കാനായി പോയി. പക്ഷേ മുടിയിൽ നിന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞതാണ് പ്രയാസമായത് എന്ന് കെ.എസ്. ചിത്ര തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് ചിത്ര ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സ്.